ഫലസ്തീനികൾക്ക് വധശിക്ഷ നടപ്പിലാക്കിയുള്ള ഉത്തരവ് ഇസ്രായേലിൻ്റെ പാർലമെൻ്റ് ആയിരിക്കുന്ന നെസറ്റ് പ്രഖ്യാപിച്ചു. വലിയ രീതിയിലുള്ള ചർച്ച ചെയ്യുകയും വലിയ വിമർശനത്തിന് വിധേയമാകുകയും ചെയ്തിരിക്കുന്ന ഒരു നിയമമാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ പാർലമെൻറ്റ് നടപ്പിലാക്കി. ലോകരാജ്യങ്ങൾ വ്യാപകമായി ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്തു. അതിനുശേഷം വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീനികൾക്ക് വധശിക്ഷ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇസ്രായേലിൻ്റെ തീരുമാനങ്ങൾ പ്രതിഷേധാർഹവും മനുഷ്യത്വരഹിതവും ഏകാധിപത്യത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ സൂചകവുമാണ് എന്ന് അറേബ്യൻ രാജ്യങ്ങൾ ആദ്യമായി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചു. ഈ നിയമം എടുത്തു കളയണമെന്ന് അറബ് ലീഗ് ആവശ്യപ്പെടുകയും ചെയ്തു. സൗദി അറേബ്യ, UAE, ജോർദാൻ, തുർക്കി, ഈജിപ്ത്, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ, ഖത്തർ എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംയുക്ത പ്രസ്താവന ഇറക്കുകയും ഇസ്രായേലിനോട് നിയമ സംവിധാനം മരവിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. വർണ്ണജാതി വ്യവസ്ഥക്ക് പുതിയൊരു തലമുണ്ടാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. ഇത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ലെന്ന് UN-ലുള്ള ഈ ഫലസ്തീൻ്റെ പ്രതിനിധി പ്രതികരിക്കുകയും ചെയ്തു. എന്താണ് അതിൻ്റെ നിയമവ്യവസ്ഥ എന്ന് നമുക്ക് നോക്കാം. അതായത് വിചാരണ എന്ന് ഇതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: സൈനിക കോടതിയിലാണ് വിചാരണ നടക്കുക. അതോടനുബന്ധിച്ച് തന്നെ ജഡ്ജിമാരുടെ ഏകകണ്ഠമായിരിക്കുന്ന തീരുമാനം ഇതിന് ആവശ്യമില്ല. പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും ശിക്ഷാ നിയമം നടപ്പിലാക്കാം. 90 ദിവസത്തെ ശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്യാപ്പാണ് കൊടുക്കുക. വിധി പറഞ്ഞാൽ അതിൽ ശിക്ഷാ വിധി നടപ്പിലാക്കാൻ 90 ദിവസം. അപ്പീലിന് പരിമിതികളുണ്ട്. എന്തെങ്കിലും ഉപായങ്ങൾ പറഞ്ഞിട്ട് അപ്പീൽ തള്ളാനും ശിക്ഷാവിധി നടപ്പിലാക്കാനും വേണ്ടി സാധിക്കും. ഈ നിയമം എന്ന് പറയുന്നത് ഇസ്രായേൽ, നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം അല്ലെങ്കിൽ പ്രദേശം, അത് 2 ഭാഗമാണ്. ഗസയാണ്, വെസ്റ്റ് ബാങ്കാണ്. ഈ വെസ്റ്റ് ബാങ്കിലും ഗസയിലും നിയമപരമായിരിക്കുന്ന പല കാര്യങ്ങളും നേരിട്ട് കൈകാര്യം ചെയ്യുന്നത് ഇസ്രായേലാണ്. ഗസയിൽ ഒരു പരിധിവരെ കോടതിയും സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇടപെടൽ നടത്താറുണ്ട് പല ഘട്ടങ്ങളിലും ഇസ്രായേൽ. എന്നാൽ വെസ്റ്റ് ബാങ്കിലേക്ക് വരുന്ന സമയത്ത് അതിന് പൂർണ്ണമായിരിക്കുന്ന നിയമപരിരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംവിധാനവും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അവിടെ ഒരാൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ പിന്നെ ഇസ്രായേൽ കോടതിയിൽ വേണം ജാമ്യത്തിന് വേണ്ടി അപേക്ഷിക്കാൻ. അവിടെ ഒരാൾ ജയിലടച്ചു എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ജയിലിലാണ് ഉള്ളത് എന്നുകൂടി മനസ്സിലാക്കണം. അപ്പോൾ അവിടുത്തെ നിയമവ്യവസ്ഥ എന്ന് പറയുന്ന സമയത്ത് ഒരു പ്രത്യേക തരത്തിലാണ്. വെസ്റ്റ് ബാങ്ക് സംഭവം ഫലസ്തീൻ്റെ ഭൂപ്രദേശമാണെങ്കിലും അതിൽ ഏകദേശം 65% കൈകാര്യം ചെയ്യുന്നതും നിയന്ത്രിക്കുന്നതും ഇസ്രായേലാണ്. അവിടേക്കുള്ള ഈ ജൂത സെറ്റിൽമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് നിയമപരിരക്ഷ ഉണ്ടാക്കുന്നത് പാർലമെൻറ്റ്. അവിടെ നെസറ്റിൽ പാർലമെൻറ്റ് ഈ നിയമം ഉണ്ടാക്കും. ഇവിടെ വന്നിട്ട് ജൂതന്മാർക്ക് അവിടെ വീടുകൾ പുതിയതായിട്ട് ഉണ്ടാക്കും. അല്ലെങ്കിൽ ഫലസ്തീൻ്റെ വീട്ടുകളിൽ നിന്ന് അവരെ അടിച്ചോടിച്ചു കൊണ്ട് അവിടെ ജൂതന്മാരെ സ്ഥായിയായിട്ട് നിർത്താനുള്ള സംവിധാനം ചെയ്യും. ഈ മേഖല, അതായത് വലിയ രീതിയിലുള്ള സ്വാധീനം ഇസ്രായേലിലെ ജൂതന്മാർക്കുള്ള വെസ്റ്റ് ബാങ്കിൻ്റെ മേഖല കേന്ദ്രീകരിച്ചും ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. അത് പാലസ്തീനികൾക്ക് വലിയ ആശ്വാസം ഉണ്ടായി. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വെസ്റ്റ് ബാങ്കിലുള്ള ജൂത വിഭാഗത്തിൻ്റെ സെറ്റിൽമെൻറ്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു രാജ്യം ആക്രമിക്കുന്നത് എന്നുള്ളത്. അതൊരു പ്രാവശ്യമല്ല, പല തവണ ആക്രമിച്ചിട്ടുണ്ട്. ഒരുപാട് നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പരിക്കേറ്റ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് വീടുകൾ കത്തിയിരിക്കുന്ന റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പറയുന്നത്, ഒരു രാജ്യം എന്ന നിലയ്ക്ക് ഒരു നിയമം കൊണ്ടുവരുമ്പോൾ ആ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും തുല്യതായിട്ട് പാലിക്കപ്പെടേണ്ട രീതിയല്ലേ വരേണ്ടത്. എന്നാൽ അവിടെ ഏതൊക്കെ വിഭാഗങ്ങളുണ്ട്? ജൂതന്മാരുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, പിന്നെ അബശികൾ എന്ന് പറയുന്ന വിഭാഗമുണ്ട്, ജാതി ഇല്ലാത്തവരുണ്ട്. പക്ഷേ ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമാണ് ബാധകം എന്നൊരു പ്രത്യേകതയുണ്ട്. ഫലസ്തീനികളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ബില്ല് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ നെസറ്റിൽ പാസ്സാക്കി. 64 അംഗങ്ങൾ പിന്തുണച്ചു, 56 പേർ മാറി നിന്നു. അപ്പോൾ പിന്നെ ഈ ഏകദേശം 8 പേരുടെ പിന്തുണയോട് കൂടിയിട്ട് അത് പാസ്സാക്കി നിയമമാക്കി. ചില ആളുകൾ അതിനെതിരെ, ഇത്തരം ഒരു നിയമവ്യവസ്ഥ ഉണ്ടാക്കുന്നതിനെതിരെ രംഗത്ത് വന്നു എന്ന് പറയുന്നുണ്ട്. കാര്യം അവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും അല്ലാതെ സ്വതന്ത്രരായിട്ട് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ വലിയ രീതിയിൽ ഇതിനെ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ എന്താണ് ഇപ്പോൾ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഇതിനൊരു രാഷ്ട്രീയമായിരിക്കുന്ന ഒരു മാനമുണ്ട്. ആ രാഷ്ട്രീയ മാനം എന്ന് പറഞ്ഞാൽ ഇറാൻ ഏറെക്കുറെ വിജയിച്ചിരിക്കുന്ന ഒരു പരിവേഷത്തിലാണുള്ളത്. അതിനെ കീഴടക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കില്ലെന്നും അമേരിക്കയിൽ സാധിക്കില്ലെന്നും ഏറെക്കുറെ ബോധ്യമായി. അപ്പോൾ ഇനി ഇവിടെ വരാൻ പോകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സൈനികർ ഘട്ടം ഘട്ടമായ രീതിയിൽ ഈ മേഖലയിൽ നിന്ന് പിന്മാറും. അപ്പോൾ ആദ്യത്തെ ഇറാൻ എങ്ങനെയാണോ അത് അങ്ങനെ തന്നെ നീങ്ങും. ഈ അമേരിക്ക പിൻവലിക്കുന്ന സമയത്ത് പിന്നീട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശ്വാസം വിടാൻ പോലും പറ്റാത്ത സ്ഥിതി വരും.
അവരവരുടെ ദേശത്തിലേക്ക് ഒതുങ്ങിപ്പോകും. പിന്നെ അവിടെ ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം നിൽക്കുന്ന സമയത്ത് ലെബനാനിലുള്ള പ്രശ്നങ്ങൾ ശക്തമാക്കാൻ വേണ്ടിയിട്ട് ഇറാൻ ലെബനാനെ സഹായിക്കും. ഇപ്പോൾ സഹായിക്കുന്നുണ്ട്. ഒരുപാട് 100-ലധികം സൈനികർ കൊല്ലപ്പെടുകയും അതിനേക്കാൾ കൂടുതൽ സൈനികരെ പിടികൂടപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേലിൻ്റെ. അപ്പോൾ ഇവരുടെ ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ കൈവശത്തിലാണുള്ളത്. ഇത് വല്ലാത്ത രീതിയിൽ പ്രയാസം ഇസ്രായേൽ സൃഷ്ടിച്ചാണ്. ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് എന്ന് പറയപ്പെടുന്നു. ഇങ്ങനെ വരുന്ന സമയത്ത് നിരന്തരം ലെബനാനിൽ നിന്ന് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്താനുള്ള ഒരു രീതികൾ ഉണ്ടാവുകയും അന്താരാഷ്ട്ര തലത്തിൽ ചില നിലപാടുകൾ ഇറാൻ പറയുകയും ചെയ്യും. ആ പറയുന്ന നിലപാട് എന്ന് പറയുന്നത് ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട് കണിശമായ രീതിയിലുള്ള ചില നിലപാടുകൾ ഇറാൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വരാൻ സാധ്യതയുണ്ട്. എന്നിട്ട് അതിനെ തുടർച്ചവർ പറയും, ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളുമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുന്നു. കാര്യം ഇസ്രായേലുമായിട്ട് സൈനിക ബലമായിരിക്കുന്ന ശക്തിയും ബലവും എത്ര ഉണ്ട് എന്നുള്ളത് വളരെ കൃത്യമായ രീതിയിൽ ഇറാൻ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് അവർക്കത് ചെയ്യുന്നതിന് കുഴപ്പങ്ങളൊന്നുമില്ല. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്ക ഇനി വല്ലാതെ ഇടപെടുന്ന സമയത്ത് അന്താരാഷ്ട്ര തലത്തിൽ വിപണിയെയും സാമ്പത്തിക രംഗത്തെയും ഈ ഒറ്റപ്പെടലിനെയും എല്ലാം ബാധിക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ട ഒരു സ്ഥിതി ആർക്ക് വരും? അമേരിക്കക്ക് വരും. അതുകൊണ്ട് അമേരിക്ക എന്ത് ചെയ്യും? പതുക്കെ അതിന്ന് പിറക്കോട്ട് പോകും. അപ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന സ്ഥിതിയിലേക്ക് ഇസ്രായേൽ വരും. അതിന് പുതിയ നിയമ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ട് പാലസ്തീനുകളെ പേടിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്ന് ചുരുക്കം. കാര്യം ഇവിടെ ഇനി ഗസയിൽ ഹമാസോ അല്ലെ ബന്ധപ്പെട്ട സൈനിക ട്രൂപ്പോ ശക്തിയാകാൻ സാധ്യതയുണ്ട്. കാര്യം അവരുടെ ഈ ഏറ്റവും മുതിർന്ന നേതൃത്വ നിരയിലുള്ള ആളുകൾ അല്ലെങ്കിൽ അവർക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങളും സൈനിക സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇറാൻ ജയിച്ചിരിക്കുന്നു ഈ യുദ്ധത്തിൽ. അവരുടെ നിലപാട് ലോകം ശ്രദ്ധിക്കപ്പെടുന്നു. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരേ ഒരു രാജ്യത്തിൻ്റെ പേര് ഇറാൻ മാത്രമാണ്. എന്തുകൊണ്ട് അവർക്ക് സാധിച്ചു എന്നുള്ളത് ഈ ചരിത്രത്തിൻ്റെ 100 കൊല്ലത്തിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഇത്ര അത്ഭുതത്തോടു കൂടി ഇറാൻ എന്ന് പറയുന്ന രാജ്യം അമേരിക്ക എന്ന് പറയുന്ന സാമ്രാജ്യത്തെ അടിച്ച് താഴെയിട്ടൊരു സംഭവം ഉണ്ടായിട്ടില്ല. അത് ആദ്യമായിട്ടാണ്. അമേരിക്ക മാത്രമല്ല, ഇസ്രായേലിനെയും ലോകത്തിൽ ഏറ്റവും വലിയ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ഏറ്റവും വലിയ നൂതനമായിരിക്കുന്ന ആയുധങ്ങളും ബുദ്ധിപരമായിരിക്കുന്ന നീക്കങ്ങളും മൊസാദ് പോലെയുള്ള സംഘങ്ങളും എല്ലാം ഉണ്ടായിട്ടും ഒറ്റക്കൊരു ഇറാൻ ഒരേ ഒരു സ്ഥായിയായി സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് അവരെ അടിച്ചു വീഴ്ത്തി എന്നുള്ളത് നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമല്ല. ഇപ്പോൾ ഒരു ഉണർവ് പാലസ്തീൻ ഉണ്ടാവാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ഇത് അവസാനിച്ചാൽ ഇതോടെ അവസാനിക്കുന്നില്ല, മറ്റൊന്നിൻ്റെ തുടർച്ചയുണ്ടാവും. അത് ഇസ്രായേലിന് വലിയ രീതിയിലുള്ള ഭയപ്പാടുണ്ടാവും. അതുകൊണ്ട് ഫലസ്തീനുകൾ ഇനി സംഘടിക്കാതിരിക്കാനും ഇങ്ങനെ ഏകോപിപ്പിക്കാതിരിക്കാനും വേണ്ടിയിട്ടുള്ള വലിയ ശ്രമമാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിധി പ്രസ്താവ്യം എന്നുകൂടി കൂട്ടി വായിക്കാൻ വേണ്ടി സാധിക്കും. കാര്യം ഗസ അല്ല അവർക്ക് ഏറ്റവും വലിയ പേടി വെസ്റ്റ് ബാങ്കിലാണ് ജനസംഖ്യാനുപാതികമായി വലിയ രീതിയിലുള്ള പാലസ്തീനികളുടെ കൂട്ടായ്മയുള്ളത്. പക്ഷേ ഗസയിലെ ഹമാസിനെ പോലെ ഒരു സംഘം അവിടെ പ്രവർത്തിക്കുന്നില്ല. അവിടെ ജനാധിപത്യപരമായ രീതിയിലും സമാധാനപരമായ രീതിയിലൊക്കെയാണ് യാസർ അറഫാത്തിൻ്റെ തുടർച്ചയായ രീതിയിൽ അവിടെ ഫലസ്തീൻ അതോറിറ്റി ആയിട്ട് അവിടെ പ്രവർത്തിക്കുന്നു. സംഭവം അവിടെ ഈ ഫലസ്തീന് പ്രസിഡന്റുണ്ട്, പ്രധാനമന്ത്രിയുണ്ട്, ക്യാബിനറ്റ് മന്ത്രിമാരുണ്ട്, പാർലമെൻറ്റുണ്ട്, സംവിധാനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എന്തില്ല? അംഗീകാരമില്ല. അവർക്ക് സ്വന്തമായിട്ട് കറൻസി ഇല്ല, സ്വന്തമായിട്ട് ഈ എയർപോർട്ടില്ല, സീപോർട്ടില്ല, അതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു സംഭവങ്ങളും ഇല്ല. അതിൽ നിന്നെല്ലാം ഒരൊറ്റ ഈ പാലസ്തീൻ ഈ വെസ്റ്റ് ബാങ്ക് ഇവിടെ ഗസയിലെ മെഡിറ്ററേനിയൻ കടലിൻ്റെ അതിർത്തിയാണ് ഇപ്പോൾ ഗാസ എന്ന് പറയുന്നത്. ഈ തീരത്തുനിന്ന് ഏകദേശം 20 നോട്ടിക്കൽ കൂടി വന്നാൽ 20 നോട്ടിക്കൽ മൈൽ അതിർത്തി വരെ മാത്രമേ ഫലസ്തീനികൾക്ക്, ഗസയിലുള്ള ഫലസ്തീനികൾക്ക് അവർക്ക് മീൻ പിടിക്കാനുള്ള അനുമതി പോലുള്ളൂ. അതും ബോട്ട് സർവീസാണ്, കപ്പലില്ല. ബോട്ട് സർവീസ് 20 കിലോമീറ്റർ നോട്ടിക്കൽ മൈൽ അപ്പുറം വന്നാലും പറ്റുള്ളൂ വെടിവെക്കും. ഇവർക്ക് തിരിച്ച് വെടിവെക്കാൻ പറ്റില്ല, കാരണം ഇവരുടെ കയ്യിൽ വെടിയില്ലല്ലോ. ആ ഒരു സ്ഥിതിയിലേക്ക് വരും. അപ്പോൾ ഇവിടെ ഇപ്പോൾ വലിയൊരു രീതിയിലുള്ള മാറ്റങ്ങൾ വെറും ഒരു പാലസ്തീൻ യുദ്ധത്തിൽ, വെറും ഒരു ഇറാൻ അമേരിക്കൻ യുദ്ധത്തിൽ ഇത് അവസാനിക്കുന്നില്ല. ഇതിനൊരു തുടർച്ച വരാൻ പോവുകയാണ്. ആ തുടർച്ച ഭയാനകരമായിരിക്കുന്ന തുടർച്ചയാണ്. ഇനിയിപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ജനാധിപത്യപരമായിരിക്കുന്ന സംവിധാനത്തിലൂന്നിയ ഒരു ഭരണ സംവിധാനം ഇനി ഭാവിയിൽ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. അതായത് സൈനിക സംവിധാനമാണ് ഇപ്പോൾ അവിടെ ഭരണ നേതൃത്വത്തെ കാര്യമായിട്ട് നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അതിന് ശക്തമായിരിക്കുന്ന രീതിയിൽ ഇടപെടൽ നടത്തുന്നത് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയാണ്. ഇറാൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന മസൂദ് പെഷഷ്കിയാൻ ഒറ്റപ്പെട്ട രീതിയിൽ എന്തെങ്കിലും അഭിപ്രായം മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ.
കുറച്ചുകൂടി തീവ്രമായി ചിന്തിക്കുന്ന ആളും തീവ്രമായി സംസാരിക്കുന്ന ആളും അബ്ബാസ് അറാജിയാണ്. മിതവാദിയായിട്ടാണ് ഈ മസൂദ് പെഷഷ്കിയാനെ കാണുന്നത്. മിതത്വം കൊണ്ട് ഇസ്രായേലിനെ ഒതുക്കാൻ വേണ്ടി സാധിക്കില്ല. ഉപദേശം കൊണ്ടോ നിർദ്ദേശം കൊണ്ടോ അപേക്ഷ കൊണ്ടോ കാരുണ്യം കൊണ്ടോ ദയവാണോ എന്ന് പറഞ്ഞതുകൊണ്ടോ ഒരു കാലത്തും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഒതുങ്ങിയിട്ടില്ല, ഒതുങ്ങാൻ സാധ്യതയില്ല. പകരത്തിന് പകരം അടിക്കുന്ന സമയത്ത് അവരൊതുങ്ങും, അവരിങ്ങോട്ട് വരും എന്നുള്ള ഒരു സൈക്കോളജി ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത രാജ്യമാണ് ഇറാൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വളരെ എളുപ്പത്തിൽ അവസാനിക്കില്ല. പാലസ്തീനെ ലക്ഷ്യമാക്കിക്കൊണ്ട് എന്തെങ്കിലും നിയമനിർമ്മാണം നടത്തുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് ഇറാനെ പേടിച്ചുകൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.